MSN ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗിന്റെ അവസാന മത്സരത്തിൽ ആസ്റ്റൺ വില്ലയെ 2 ഗോളിന് പരാജയപ്പെടുത്തി. അങ്ങനെ അവർ സീസൺ അവസാനിപ്പിച്ചു. ഈ വിജയം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആശ്വാസം നൽകിയെങ്കിലും ആസ്റ്റൺ വില്ലയ്ക്ക് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നഷ്ടമായി. ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി 76-ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ക്രോസിൽ നിന്ന് ഹെഡർ ഗോളിലൂടെ യുണൈറ്റഡിന് ലീഡ് നൽകി അമാദ് ഡയാലോ. അതുപോലെ തന്നെ ക്രിസ്റ്റ്യൻ എറിക്സൺ 87-ാം മിനിറ്റിൽ പെനാൽറ്റി ഗോളിലൂടെ വിജയം ഉറപ്പാക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി. ഇത് എറിക്സന്റെ അവസാന മത്സരമായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്നത്. അതുപോലെ തന്നെ കളിയിൽ മറ്റൊരു സംഭവ വികാസമുണ്ടായി. എമിലിയാനോ മാർട്ടിനസ് ആദ്യ പകുതിയുടെ അവസാനം റാസ്മസ് ഹോയ്ലൻഡിനെ ഫൗൾ ചെയ്തതിന് നേരിട്ട് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നു. അതുപോലെ തന്നെ 73-ാം മിനിറ്റിൽ റോജേഴ്സ് ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി ഒരു ഗോൾ നേടി. പക്ഷേ റഫറി തോമസ് ബ്രൗമാൾ ഗോൾ കീപ്പർ ബൈൻ റീറിനോട് ഫൗൾ ചെയ്തതിനായി വാദിച്ചു. അങ്ങനെ ഗോളിന് മുമ്പ് വിസിൽ മുഴക്കി. ഇത് VAR ഇടപെടൽ തടഞ്ഞു. അങ്ങനെ ആസ്റ്റൺ വില്ലയുടെ ചാമ്പ്യൻസ് ലീഗ് സാധ്യതകൾക്ക് ഇത് വലിയ തിരിച്ചടിയായി. അങ്ങനെ ഇന്നത്തെ മത്സരത്തിൽ ആസ്റ്റൺ വില്ല തോൽക്കുകയായിരുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.